ഹലോ ഗായ്സ്, സെല്ലർ വൈസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ ആപ്ലിക്കേഷനെ പറ്റിയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പലരും പലതരത്തിലുള്ള ഓൺലൈൻ ജോബ്സ്, ഓൺലൈൻ മണി മേക്കിംഗ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് ഏൺ ചെയ്യുന്നവരാണ്. ഇങ്ങനെയുള്ള സൈറ്റ്സ് ഓർ ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേടിഎം, ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ ആപ്ലിക്കേഷൻസ് വിഡ്രോവൽ ഓപ്ഷനായിട്ട് കാണാൻ സാധിക്കാറില്ല. ഏണിങ്സ് കൂടുതലും ഡോളറിലായതുകൊണ്ട് കൂടുതൽ ആളുകളും ഡിപ്പെൻഡ് ചെയ്യുന്നത് പേയ്പൽ ആപ്ലിക്കേഷൻ ആയിരിക്കും. പല ആപ്ലിക്കേഷനിലും മിനിമം വിഡ്രോവൽ ലിമിറ്റ് പേയ്പലിന് ഹൈ ആവാറുണ്ട്. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ചേർത്തുള്ള ഒരു പരിഹാരമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷൻ. കൂടുതൽ ഡിലേ ഒന്നും ഇല്ലാതെ തന്നെ ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ്റെ പേര് AirTM. ഇതൊരു ഡിജിറ്റൽ വാലറ്റ് ആണ്. ഈ ആപ്പ് വഴി നമുക്ക് കറൻസി കൺവേർട്ട് ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റാൻ സാധിക്കും. അതും ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻ വഴി തന്നെ ഈ ഒരു ആപ്പിലൂടെ നമുക്ക് കറൻസി കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായി ഞാൻ കമൻറ്റിൽ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഗൂഗിളിൽ പോയി AirTM എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റ് വരുന്നതാണ്. മൊബൈൽ ഫോൺ യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറോ ഇല്ല ഐഫോൺ യൂസേഴ്സിന് ആപ്പ് സ്റ്റോറോ വഴി തന്നെ ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതാണ് ഇവരുടെ വെബ്സൈറ്റ്. ഏകദേശം 190 പുറത്ത് രാജ്യങ്ങളിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഭയങ്കര സിമ്പിളും സെക്യൂർഡും ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതൊരു വാലറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഫണ്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഫണ്ട്സ് റിസീവ് ചെയ്തിട്ട് അത് നമുക്ക് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഫണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനും പറ്റും. ഈ വാലറ്റിലുള്ള പൈസയാണ് നമ്മൾ ഈ ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റാൻ പോകുന്നത്. മൾട്ടിപ്പിൾ ഏണിംഗ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നവർക്ക് AirTM എന്തുകൊണ്ടാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ, മൾട്ടിപ്പിൾ ഏണിങ്സ് എല്ലാം തന്നെ ഒരു വാലറ്റിലോട്ട് മാറ്റി ഒരൊറ്റ തവണ മാത്രമാണ് കൺവേർഷൻ ചാർജ് കാര്യങ്ങളും അവർക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതും ഇമെയിൽ മാത്രം നമുക്കൊരു പ്രൂഫ് പോലെ കൊടുത്താൽ മതി. ഇമെയിൽ കൊടുക്കുമ്പോൾ എല്ലാവരും റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഇമെയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഇമെയിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നതും നമുക്ക് പേയ്മെൻറ്റ് അയക്കാനുണ്ടെങ്കിൽ അത് സെൻഡ് ചെയ്യുന്നതും ഈ ഒരു ഇമെയിൽ വഴിയാണ്. ഇമെയിൽ യൂസ് ചെയ്തിട്ട് ഇതായിരിക്കും നമ്മളുടെ ID. ഇപ്പോൾ നമുക്ക് ജിപേയിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ നമ്പർ വെച്ചിട്ട് ചെയ്യുന്ന പോലെ ഇവർ ചെയ്യുന്നത് നമ്മുടെ ഇമെയിൽ വെച്ചിട്ടാണ്. സോ അത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇമെയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിലോട്ട് നോക്കാം. അത് ജോയിൻ ആവുന്ന കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ആദ്യം വരുന്നത്. സോ ഇതിൽ നമ്മൾ ആദ്യം കൺട്രി ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പേഴ്സണലാണോ ബിസിനസ് അക്കൗണ്ട് ആണോ എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. കൂടുതൽ പേരും പേഴ്സണലായിരിക്കും. പിന്നെ ബിസിനസ് ഒഫീഷ്യലി ഉള്ളവർക്ക് മാത്രമാണ് ഈ ബിസിനസ് അക്കൗണ്ട് വരുന്നത്. സോ പേഴ്സണൽ തന്നെ സെലക്ട് ചെയ്ത് പോകാവുന്നതാണ്. പേഴ്സണൽ സെലക്ട് കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. സോ ഓൾറെഡി ഗൂഗിൾ ഇതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പ് വഴിയാണ് സൈനപ്പ് ചെയ്യുന്നത് ഇല്ല മൊബൈൽ ഫോൺ വഴിയാണ് സൈനപ്പ് ചെയ്യുന്നതെങ്കിൽ, ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇമെയിൽ ID മൊബൈലിലോ ലാപ്പിലോ സൈൻ ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ ഗൂഗിളിൻ്റെ സിമ്പിൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതാണ്. അതേസമയം നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം സൈൻ അപ്പ് വിത്ത് മൈ ഇമെയിൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഇൻ്റർഫേസിൽ നമ്മുടെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, അഡ്രസ്സ്, അങ്ങനെയുള്ള പേര്, അഡ്രസ്സ്, ഇങ്ങനെയുള്ള ഈ മെയിൽ ID തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാനുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. സോ അത് ഞാനിവിടെ കാണിക്കുന്നില്ല. നിങ്ങൾ തന്നെ നിങ്ങൾക്കത് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അഡ്രസ്സ്, പേര്, മൊബൈൽ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇതാണ് ഈ വാലറ്റിൻ്റെ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. ഇതിലൂടെ നമുക്ക് കറൻസി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് കറൻസി റിസീവ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരാൾക്ക് അവരുടെ ഇമെയിൽ ID യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കറൻസി സെൻഡ് ചെയ്യാനും സാധിക്കും. അടുത്തതായി ഇതിലൂടെ എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നുള്ളത് നോക്കാം. വിഡ്രോ ചെയ്യാനായിട്ട് ഇതിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. പേയ്പൽ തൊട്ട് നമുക്ക് ഫേമസ് ആയിട്ടുള്ള പേടിഎം, ജിപേ, ഫോൺ പേ അങ്ങനെ എല്ലാ തരത്തിലുള്ള വിഡ്രോവൽസും ഇവിടെ അവൈലബിൾ ആണ്.
സോ അതിൽ വരുന്ന കമ്മീഷൻ ചാർജസും കൺവേർഷൻ ചാർജസ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് അതിൻ്റെ ഒപ്പം തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് നോക്കിയിട്ട് ഏതാണോ ഏറ്റവും കുറവ് അത് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് പ്രവർത്തിക്കുന്നത് ഒരു പിയർ ടു പിയർ സ്ട്രക്ചറിലാണ്. സോ നമുക്ക് എത്രയാണോ എമൗണ്ട് വാലറ്റിലുള്ളത് അത് ഏത് മുഖേനയാണോ വേണ്ടത് അതും സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. മിനിമം ആയിട്ട് വരുന്നത് $1.42. ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഹയസ്റ്റ് ആയിട്ടാണ് വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞാൽ, അതായത് ഡോളേഴ്സിൽ വളരെ കൂടുതലാണ്. ഇപ്പോൾ $100 $200 ആ ഒരു രീതിക്കാണ് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് കാര്യങ്ങൾ നമ്മുടെ കൺവേർഷൻ റേറ്റ് എന്നുള്ളത് ഭയങ്കര ഹൈ ആയിരിക്കും. ഓൾമോസ്റ്റ് നമ്മുടെ $US സിമിലർ ആയിട്ടുള്ള അതേ കൺവേർഷൻ റേറ്റ് തന്നെയാണ് എയർ USDക്കും ഉള്ളത്. ഏകദേശം ഒരു എയർ USDക്ക് ഇന്ത്യൻ റുപ്പീസ് 91 രൂപ 96 പൈസയാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള റേറ്റ്. ഇത് വന്നിട്ട് ഡിഫറൻസ് വരാം, ചില സമയങ്ങളിൽ കൂടാം, ചില സമയങ്ങളിൽ ഒരു 1-2 രൂപയോളം കുറയാനും സാധ്യതയുണ്ട്. സോ ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് എമൗണ്ട് എന്നുള്ളതും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് എത്രയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരിക എന്നുള്ളതും അതിൽ തന്നെ ഡിസ്പ്ലേ ആവുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെ തന്നെ നമുക്ക് എത്രത്തോളം അതിന് ചാർജസ് അവർ പിടിക്കുന്നുണ്ട്, എത്രയാണ് അവരുടെ കമ്മീഷൻ, സർവീസ് ചാർജ്, നെറ്റ് എക്സ്ചേഞ്ച് ചാർജ്, അങ്ങനെ എല്ലാം അതിൽ തന്നെ അതിൻ്റെ താഴെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് തരുന്നതാണ്. സോ ഹയസ്റ്റ് ആയിട്ടാണ് നമ്മൾ എമൗണ്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് കൺവേർഷൻ റേറ്റ് ഹയസ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. ലൈവ് വിഡ്രോവൽ കാണിച്ചു തരാനായിട്ട് എൻ്റെ കയ്യിൽ ഫണ്ടില്ല, ഞാനിത് ഓൾറെഡി വിഡ്രോ ചെയ്തിരുന്നു. ആ വിഡ്രോ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇതിൻ്റെ വർക്കിംഗ് സ്ട്രക്ചർ എന്നുള്ളത് പിയർ ടു പിയർ ആയതുകൊണ്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യം റിക്വസ്റ്റ് അയക്കണം. അതായത് ഇപ്പോൾ നമുക്ക് ഇത്ര ഡോളേഴ്സാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു $5 ഇല്ല $10 ആണെന്ന് പറഞ്ഞാൽ ആ $10 ആദ്യം ഒരു റിക്വസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, സെൻഡ് ചെയ്യണം. ആ റിക്വസ്റ്റ് ഇതുപോലെ നമ്മളുടെ ഏതെങ്കിലും ATM യൂസേഴ്സ് വന്നിട്ട് അക്സെപ്റ്റ് ചെയ്യും. സോ നമ്മൾ ആദ്യം ഒരു റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യുക. ആ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഇതുപോലെ പിയർ ടു പിയറിൽ തന്നെ ഒരുപാട് ക്യാഷ്യർമാരുണ്ട്, അവർ നമ്മളെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്ത ഉടനെ അത് ട്രാൻസ്ഫർ കൺഫേം ഒന്നും ചെയ്യരുത്. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ നമ്മളെപ്പോലുള്ള വ്യക്തികളായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. അവരാണ് നമുക്ക് ഡയറക്റ്റ് ഗൂഗിൾ പേയിലോട്ടോ ഇല്ല നിങ്ങൾ ഏതാണോ വിഡ്രോവലായിട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തത് അതിലോട്ട് ക്യാഷ് അയച്ചു തരുന്നത്. അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു 3 ഡേയ്സിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും, അവരെ ക്യാഷ് നമുക്ക് ഗൂഗിൾ പേ വഴി തരുന്നതാണ്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ എല്ലാം കിട്ടി. ആ ടൈമിങ്ങും ഞാനിതിൽ കൊടുക്കാം. സോ April 18, 2023 ഞാൻ അവസാനമായിട്ട് വിഡ്രോ ചെയ്തത്. അത് ഏകദേശം അതിൻ്റെ ടൈം ഡ്യൂറേഷനും നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ ആയി കാണാവുന്നതാണ്. സോ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അക്കൗണ്ടിലോട്ട് വന്നുതരും. ഈ അക്കൗണ്ടിൽ ക്യാഷ് വന്നതിന് ശേഷം മാത്രം ഇവിടെ ഒരു കൺഫേം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ആ കൺഫർമേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വാലറ്റിൽ നിന്ന് ആ പൈസ പോവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട്. ആ പൈസ ഓൾറെഡി ഗൂഗിൾ പേ വഴിയാണെങ്കിൽ ഗൂഗിൾ പേ വഴി നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടാവും. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടും, ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്ത് ആ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ ഇതുകൂടാതെ ഇതിന് പലതരത്തിലുള്ള ഏണിംഗ് ഓപ്ഷൻസ് കൂടിയുണ്ട്. ഈ ഒരു ATM ആപ്ലിക്കേഷൻ വഴി തന്നെ നമുക്ക് നല്ല രീതിക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ആ ഏണിങ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മറ്റൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. സോ ആ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് മറ്റൊരു വീഡിയോ ഇതിന് വേണ്ടിയിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.